ശ്രീകോവിലിന് സമീപം പ്രകൃതിയുടെ മനോഹരമായ മടിത്തട്ടിൽ തഴച്ചു നിൽക്കുന്ന കാവ് തൃപ്പനച്ചിയുടെ ഹരിതഹൃദയം. ആ പുണ്യസ്ഥലത്തിന്റെ സമീപത്താണ് പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഈ കാവ്. നമ്മുടെ നിരീക്ഷണ യാത്രയുടെ തുടക്കം ഇവിടെ നിന്നാണ്. കാവിൻ്റെ നിശബ്ദതയിൽ ചിറകു വീശുന്ന ജീവനെ തേടി ഞങ്ങൾ മുന്നേറി. ചെറുചലനങ്ങളിലൂടെ പ്രകൃതിയുടെ അത്ഭുതം ഞങ്ങൾ അനുഭവിച്ചു. മരങ്ങളുടെയും കുളങ്ങളുടെയും ഇടയിലൂടെ നടന്ന് പ്രകൃതിയുടെ ഹൃദയത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. ഓരോ ചുവടും ഒരു പാഠമായി, ഓരോ കാഴ്ചയും ഒരു അനുഭവമായി. ഓരോ കാഴ്ചയെയും ശ്രദ്ധയോടെ വീക്ഷിച്ചു, ഓരോ ജീവിയെയും അവയുടെ പരിസരവും മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഞങ്ങളുടെ ആവേശം പ്രകൃതിയോട് അടുപ്പിക്കുന്നതായി ഞങ്ങൾക്ക് വ്യക്തമായി കൊണ്ടിരുന്നു. നമസ്കാരം. ഈ കാവിൽ എന്തെല്ലാം ജീവജാലങ്ങളും പക്ഷികളൊക്കെയാണ് ഉള്ളത്? ഈ മെരുവും മരപ്പട്ടി ഒന്നാണോ? അതാണ് കാര്യമായിട്ട് രണ്ട് മൃഗങ്ങളെ ഇതിൽ താമസിക്കുന്നത്. മെരുവുണ്ട്, മരപ്പട്ടിയുണ്ട്. പക്ഷികൾ ധാരാളം കപ്പയുണ്ട്, വേഴാമ്പല്, തത്ത ഒക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. കാവിൽ എന്തെല്ലാം സസ്യങ്ങള്, മരങ്ങൾ, അങ്ങനത്തെ എന്തെല്ലാം ഉണ്ട്? അറിഞ്ഞില് മെയിൻ, പിന്നെ പനകൾ, കാഞ്ഞിരം ഒക്കെ ഉണ്ട്. കാവിന് എത്ര വർഷം പഴക്കമുണ്ടാവും? കാവിന് പഴക്കം കുറെ ഉണ്ടാവും, പക്ഷെ ആ മരത്തിന് ഒരു 400 കൊല്ലം. ഈ കാവില് എല്ലാ പൂജകള് നടക്കാറ്? കൊല്ലത്തില് 2 പ്രാവശ്യം പൂജ നടക്കും. പിന്നെ ശിവരാത്രിക്ക് മുമ്പേ, പിന്നെ കന്നിമാസത്തില്. കന്നിയല്ലേ തുല. പിന്നെ ഈ സർപ്പബലിയാണ് ഇവിടെ മെയിനായിട്ട് കഴിക്കേണ്ടത്. പണ്ട് കഴിച്ചിരുന്നു, ഇനി കഴിക്കാൻ. ഈ വവ്വാലുകളോട് എന്തെങ്കിലും ഉപദ്രവം അങ്ങനെ എന്തെങ്കിലും? ഉപദ്രവമൊന്നുമില്ല. ഈ കാവിന്റെ ദേവതകളൊക്കെ ഉണ്ട് കാവില്? പാമ്പിന്റെ ഇതുണ്ട്, കല്ലുണ്ട്. ഞങ്ങൾ സങ്കല്പിച്ച് വെച്ച കല്ലുണ്ട് അവിടെ. ചിത്രോടെ വെട്ടിയ കല്ല്. പച്ചപ്പിന്റെ മായാജാലം കണ്ണുകളിൽ കുളിർമ നൽകി. പിന്നീടുള്ള ഓരോ കാഴ്ചയും പ്രകൃതിയുടെ സമാധാനവും സമൃദ്ധിയും തുറന്നുകാട്ടി. ഈ കല്ലിൽ അനുഷ്ഠിക്കുന്ന ചടങ്ങുകൾ നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും സാക്ഷ്യമാണ്. മുത്തശ്ശൻ പറയുന്ന കഥകളും ആചാരങ്ങളുടെ അർത്ഥവും നമുക്ക് കാവിന്റെ പൈതൃകവും പ്രകൃതിയുമായുള്ള ബന്ധവും മനസ്സിലാക്കാൻ സഹായിക്കുന്നതായിരുന്നു. സജിൽ സാറിന്റെ ക്യാമറ പ്രകൃതിയുടെ ഓരോ സവിശേഷതയും പകർത്തിയും നമ്മൾ അതിനോടൊപ്പം അവയെ കുറിച്ച് പഠിക്കുകയും ചെയ്തു. ഓരോ ദൃശ്യവും ഓരോ പഠനപാഠം പോലെ അനുഭവമായി. കാവിന്റെ പച്ചപ്പും സമാധാനവും നമ്മെ ഏറെ ആകർഷിക്കുന്നതാണ്. പ്രകൃതിയോടുള്ള ഈ യാത്ര ഹൃദയത്തിൽ എപ്പോഴും എന്നും തെളിഞ്ഞു നിൽക്കും.